അപ്പോൾ അത് BJP സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ വിജയം തന്നെയാണ്. അതാണ് രാജ്യ തലസ്ഥാനത്ത് BJP 27 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് വെളിയിലാണ് എന്നുള്ള കാര്യം BJPക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലെ വരുത്തിയ വലിയ മാറ്റങ്ങളുണ്ടല്ലോ അല്ലേ. സംഘടനാ തലത്തിൽ BJP ശക്തരാണ്, താഴെത്തട്ടിലുള്ള പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ്. അതിന് അപ്പുറമായിട്ട് എന്ത് സ്ട്രാറ്റജി, ഇപ്പോൾ രാകേഷ് അവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തെല്ലാം പുതിയ സ്ട്രാറ്റജികൾ അവിടെ പയറ്റുകയുണ്ടായി? RSSന്റെ പിന്തുണ സ്വാഭാവികമായിട്ടും ഇത്തവണ ഉണ്ടായിരുന്നു. RSS ഇതിനകത്തൊരു വലിയ ഫാക്ടർ ആയിരുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഹരിയാനയിലൊക്കെ അവർ തന്നെയായിരുന്നു ഈ ഡോർ ടു ഡോർ ക്യാമ്പയിനൊക്കെ തന്നെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. ഇവിടെയും ഏതാണ്ട് 50,000 ഡൈനിങ് ഹാൾ മീറ്റിങ്ങുകൾ RSS നടത്തിയിട്ടുണ്ട്. മാത്രമല്ല RSSന് ഏതാണ്ട് 2000-ലധികം ശാഖകൾ ഉണ്ട് ഡൽഹി. അപ്പോൾ പരമ്പരാഗതമായൊരു സ്ട്രോങ് ഹോൾഡാണ്. അവിടെ RSSന്റെ ഇടപെടലും കൂടി വരുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തവണ നേരിയ മാർജിനിൽ വിജയിച്ച സീറ്റുകൾ ആം ആദ്മി പാർട്ടി ഏതാണ്ട് 18 സീറ്റിലോട്ട് നേരിയ മാർജിനിൽ വിജയിച്ചു, 10,000-ൽ താഴെ വോട്ടുകൾ. അപ്പോൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. മാത്രമല്ല 2015-ഉം 20-ഉം തമ്മിലുള്ളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു മാർജിൻ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് BJPക്ക്. 38% വോട്ട് ഷെയറിലേക്ക് BJP ഉയർന്നു. അപ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായി. അത് നമുക്ക് ഇതിൻ്റെ ബ്രേക്കപ്പ് എടുക്കും. നേരത്തെ കിരൺ ബാബു എടുത്ത കണക്കുകളൊക്കെ നോക്കുമ്പോൾ കൃത്യമായിരുന്നു. അതിൽ കാരണം ഈ മധ്യവർഗത്തിലൂടെയാണ് അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഡൽഹി പിടിക്കുന്നത്. മധ്യവർഗത്തിൻ്റെ നേതാവായിക്കൊണ്ട് അദ്ദേഹം ആദ്യം കാർ ഉപയോഗിക്കലായിരുന്നു, ഒരു വാഗണാർ കാറിൽ വന്നുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു ലോവർ ക്ലാസ്സിലേക്ക് അദ്ദേഹം കടക്കുന്നതും പ്രത്യേകിച്ച് ചേരി പ്രദേശങ്ങളിലെ അടക്കം വോട്ട് ബാങ്കുകൾ അദ്ദേഹം സ്വന്തമാക്കുന്നത് കണ്ടു. വാൽമീകി സമുദായം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സമുദായമാണ്. വാൽമീകി സമുദായത്തെ ഒപ്പം നിർത്തി പ്രത്യേകിച്ച് ചൂല് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും അതൊരു രാഷ്ട്രീയ സന്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ മധ്യവർഗത്തിനൊപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ നേതാവായി കേജ്രിവാൾ വളർന്നു കണ്ടു. മധ്യവർഗത്തേക്കാൾ കൂടുതലായി പിന്നോക്ക വിഭാഗങ്ങളായിരുന്നു കേജ്രിവാളിനെ തുണച്ചു പോകുന്നത്. പക്ഷേ ഈ മേഖലകളിലേക്ക് BJP കടന്നു കയറുന്നതാണ് ഇത്തവണ കണ്ടത്. പ്രത്യേകിച്ച് ഈ സ്ലം ഏരിയയിലേക്ക് അതെ, ഈ സ്ലം ഏരിയയിലേക്ക് കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ മുന്നേറ്റം ഇത്തവണ BJP നടത്തിയതായി കാണാം. അതായത് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തുണച്ചു പോന്നിരുന്ന വോട്ടുകൾ ഇത്തവണ ഒരു ഷിഫ്റ്റ് BJPയിലേക്ക് പോയിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വലിയ വിഭാഗം സ്വാഭാവികമായിട്ടുണ്ടാവും. ആ വോട്ട് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ടാകും. അതാണ് കോൺഗ്രസിന്റെ വോട്ട് ശതമാനത്തിൽ ഒരു വർധന ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊതുവെ ഒരു പറച്ചിൽ അവിടെ ഉണ്ടായിരുന്നു, അത് സ്ഥാനാർത്ഥി ആര് എന്ന് പോലും ജനങ്ങൾ നോക്കില്ല, ചൂല എന്നുള്ള ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. അതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹി ജനത ചെയ്തുകൊണ്ടിരിക്കുന്നത്.